കാലാവസ്ഥ പരിശോധിക്കുമ്പോഴത്തേക്കും സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും പിന്നെ ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് ഉണ്ട്. നാളെ, ഇന്ന് രണ്ടിടത്തേ ഉള്ളൂ, നാളെ ഇത്രയും സ്ഥലങ്ങളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. കാലവർഷം എത്തി 2 ആഴ്ച കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംസ്ഥാനത്ത് കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷേ നിലവിലെ അറിയിപ്പൊക്കെ പ്രകാരം ചൊവ്വാഴ്ച വരെ മഴ തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഉയർന്ന തിരമാലയ്ക്കും അതേപോലെ കടലാക്രമണത്തിനും ഒക്കെയുള്ള സാധ്യത കൂടി മുൻനിർത്തി മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. പക്ഷേ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കടലിൽ പോകരുത് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഈ മഴ സാഹചര്യം ഇങ്ങനെയാണ്. നമുക്കിനി കാലാവസ്ഥ മറ്റേ താപനിലയിലേക്ക് വരികയാണെങ്കിലേ പ്രധാനപ്പെട്ട ജില്ലകളിലെ താപനിലയിൽ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും. കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിൽ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. 31 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ കൂടിയ താപനില, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂരിൽ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം മൊത്തത്തിൽ ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ താപനിലയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. താപനില വലിയ ചൂടൊന്നും ഇല്ലല്ലേ, രാവിലെയും വമ്പൻ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല എന്ന് വേണം രേഖപ്പെടുത്തുന്ന താപനില പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിനൊപ്പം തന്നെ മഴ മുന്നറിയിപ്പ് ഇന്ന് 2 ഇടത്തേ ഉള്ളൂ. പക്ഷേ നാളെ പലയിടങ്ങളിലും പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്.